സബ്ജക്റ്റ് ഐ അല്ലെങ്കിൽ വി അല്ലെങ്കിൽ യു അല്ലെങ്കിൽ ദേ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലൂറൽ നൗൺ. ഇപ്പം ഐ ഞാൻ, വി നമ്മൾ, യു നീ ഓർ നിങ്ങൾ, അത് അല്ലെങ്കിൽ ദേ അവർ അല്ലേ, അല്ലെങ്കിൽ പ്ലൂറൽ നൗൺ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള സബ്ജക്റ്റുകളാണ് വരുന്നതെങ്കിൽ ഒരു സെൻറ്റൻസിലെ കർത്താവ് എന്ന് പറയുന്നത് ഈ സബ്ജക്റ്റുകളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താണ്, നമുക്ക് വെർബ് വൺ ആണ് ചേർക്കേണ്ടത്. വെർബ് വൺ. ഓക്കെ. പിന്നെ ഹി, ഷീ, ഇറ്റ് അല്ലെങ്കിൽ സിംഗുലർ നൗൺ ഹി വരിക, അവൻ അല്ലെങ്കിൽ ഷീ അവൾ അല്ലെങ്കിൽ ഇറ്റ് ഇത് എന്ന് പറയുന്ന സബ്ജക്റ്റുകളാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ സിംഗുലർ നൗൺ സ്റ്റുഡൻറ്റ്, ടീച്ചർ, ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ പേരുകൾ, ഒരാളുടെ പേര്, അങ്ങനെ സിംഗുലർ നൗൺ ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വെർബ് വണ്ണ് തന്നെ ആഡ് ചെയ്താൽ മതി. പക്ഷേ ഈ വെർബ് വണ്ണിൻ്റെ ഒപ്പം എസ് അല്ലെങ്കിൽ ഇ എസ് എന്ന് പറയുന്ന ലെറ്ററുകൾ കൂടി ചേർക്കണം. അപ്പം ഇതാണ് ഈ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ. അപ്പം നമ്മൾ സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞു. പക്ഷേ എപ്പോഴൊക്കെയാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഉപയോഗം പറയുകയാണ് ടു എക്സ്പ്രസ് ഹാബിച്വൽ ആക്ഷൻ ആൻഡ് ജനറൽ ട്രൂത്ത്. നമ്മുടെ ഹാബിറ്റുകളെ കുറിച്ച് പറയാനും പൊതുവായിട്ടുള്ള സത്യങ്ങളെക്കുറിച്ച് പറയാനും പൊതുവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനും ഒക്കെയാണ് എന്താണ് ഒന്നാമത്തെ യൂസേജ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു യൂസേജ് ഇതാണ്. എന്താണ്, നമ്മുടെ ഹാബിറ്റ് എല്ലാ ദിവസവും ചെയ്യുന്നത് പറയാൻ വേണ്ടിയിട്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹീ ഗോസ് ഫോർ എ വാക്ക് ഇൻ ദ ഈവനിങ്. അവൻ വൈകുന്നേരങ്ങളിൽ നടക്കാനായിട്ട് പോകുന്നു, അല്ലെങ്കിൽ അവന് നടക്കാൻ പോകുന്ന ശീലമുണ്ട്. എല്ലാ വൈകുന്നേരങ്ങളിലും എന്താണ്, അതിൻ്റെ ശീലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ന് മാത്രം നടക്കാൻ പോകുന്നതിനെ കുറിച്ച് അല്ല പറയുന്നത്. ഈ ഒരു സെന്റൻസ് പറയുന്നത് എന്താണ്, അവൻ്റെ ശീലത്തെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ അടുത്ത യൂസേജ് എന്ന് പറഞ്ഞാൽ ടു ടോക്ക് അബൌട്ട് ജനറൽ ഓർ യൂണിവേഴ്സൽ ട്രൂത്ത്. പൊതുവായിട്ടുള്ള സത്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ പ്രപഞ്ച സത്യങ്ങളെക്കുറിച്ചോ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. അടുത്ത ഉപയോഗം ടു ടോക്ക് അബൌട്ട് ഹിസ്റ്റോറിക്കൽ ട്രൂത്ത്. എന്താണ്, ചരിത്ര സത്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടും ഏത് ടെൻസാണ് ഉപയോഗിക്കുന്നത്, ഇത് സെയിം സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ടു ഷോ എ ഫ്യൂച്ചർ ഇവന്റ്, ദിസ് ഈസ് പാർട്ട് ഓഫ് എ പ്ലാൻ. നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫ്യൂച്ചർ ഇവന്റിനെ കുറിച്ച് സൂചിപ്പിക്കാൻ നമുക്ക് എന്താണ് സിമ്പിൾ പ്രസന്റ് ടെൻസും ഉപയോഗിക്കാം.